ഹായ് ഹലോ നമസ്തേ. കഫ്ലൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ ഡിറ്റക്റ്റീവ് ഉജ്ജലന്റെ ട്രെയിലർ അല്ലേ, ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ട്രെയിലറിന്റെ ഒരു റിയാക്ഷൻ ആണ് ഇന്നത്തെ പരിപാടി. ഇത് ആദ്യം ഫ്രം ദ പ്രൊഡ്യൂസർ ഓഫ് ബാംഗ്ലൂർ ഡേയ്സ് മിന്നൽ മുരളി RDX. അപ്പൊ 3 പടങ്ങളും ഒന്നിനൊന്ന് മികച്ചത് ഹിറ്റുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ 4ാമത്തെ പടം എന്ന് പറയാനുണ്ട്. അതുപോലെ ബേസിൽ ജോസഫിന്റെ ഒരു അസിസ്റ്റന്റ് കൂടിയാണ് ഇതിൽ ഡയറക്ടർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രതീക്ഷകളുണ്ട് എന്തായാലും പടത്തിൽ. നോക്കാം. ഇതാണ് പ്ലാസ്റ്റിക് നിങ്ങളുടെ സ്വന്തം ഗ്രാമം. ഈ ഗ്രാമം സ്ഥിതി അതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ നാട്ടുകാരാണ്. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നും നടക്കാറില്ല. ക്രൈം റേറ്റ് ഏറ്റവും കുറവുള്ള സ്റ്റേഷനാണ് ഞങ്ങളുടെ. പ്ലാസ്റ്റിക് ഈ ഭൂമിയിലൊരു സ്വർഗമാണ്. ഇതെങ്കിലും തലവരെ മാറുന്ന കേസ് വരില്ല. ആര് കണ്ടു? എന്തോ പഴക്കൊല മിസ്സിംഗ് ആണെന്ന് കേട്ടു. അവസാനമായിട്ട് ഈ ആടിനെ എവിടെ കണ്ടത്? പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ ആദ്യത്തെ കൊലപാതക കാര്യങ്ങൾ വല്ലതും ധാരണയുണ്ടോ? ബോഡിയിൽ ചുറ്റിക്കൊണ്ട് സമാനമായ പാടുകളുണ്ട്, പ്രത്യേകിച്ച് നെറ്റിയിൽ. സൂപ്പറാണ്. ഉജ്ജ്വല ചരിത്രം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നുണ്ട്. അവർ ഈ കേസ് ടേക്ക് ഓവർ ചെയ്തു. വിളിക്കാറ് 2 ക്രൈം സീനിലും പ്രോപ്പർ പോലീസ് പ്രൊസീജിയേഴ്സ് ഫോളോ ആയതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ നിന്ന് തെളിവ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്റെ ഗുരുക്കന്മാരോട് പറഞ്ഞു, ഒരു ക്രൈം സീനും പെർഫെക്റ്റ്. സോഫിയ പൂൾ, അതാണ് അവര്. കേസ് അന്വേഷണം തെളിയിക്കലൊക്കെ നല്ലതാണ്, പക്ഷെ ഞാനോടുള്ളപ്പോ വേണ്ട. സാറും കൊള്ളാം, 5 മിനിറ്റ് കൊണ്ട് കഥ മൊത്തം മാറ്റിയല്ലോ. കൊള്ളാം കേട്ടോ, എല്ലാം ഉണ്ട്. ബേസിൽ ജോസഫിന്റെ ഒരു പടം പോലും ഉണ്ട്. ഓ, അതൊരു മുരളിയിലെ ഷോർട്ട് വരെയല്ലേ. കൊള്ളാം, അത് കൊള്ളാം കേട്ടോ. മെയ് 23. ഇന്ന് 20. മറ്റന്നാളെ പോവല്ലോ ഹോസ്റ്റലേ. കുറേ സിനിമയ്ക്ക് പോയിട്ട്. നീ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നില്ലേ? പരീക്ഷയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയിരുന്നു. അപ്പോഴേ അതിന്റെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് നല്ലൊരു സിനിമ കാണുന്ന പോലെ അവരാ ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു നാട്ടിൻപുറം, അവിടുത്തെ ഒരു കുറച്ച് ഇൻസിഡന്റ്, അതിനെ അന്വേഷിക്കാൻ ഒരാൾ വരുന്നു, അന്വേഷിക്കാൻ ഒരു പോലീസുകാരെ വരുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരാളുണ്ട്. ആ നാടിനെ കുറിച്ചുള്ള ബ്രീഫ് തന്നെ പറയുന്നത്. ഒരു സെറ്റപ്പ്, നമ്മളൊരു എന്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട് അതിനകത്ത് പറയാം. ഇവിടെ കുറ്റകൃത്യങ്ങളൊന്നും നടക്കാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ പിന്നെ മിന്നൽമുരളിലുള്ള അവൻ ഇട്ടേക്കുന്ന അതേ മാസ്ക് തന്നെ. അപ്പൊ ആരാണ് ആ റിപ്പർ എന്നുള്ളത്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു, മറ്റേ ഇതിനകത്ത് റിപ്പർ ആയിട്ടുള്ള ചെയ്ത ആള് അവര് മറ്റേ കുറെ സൈക്കോ പടങ്ങളൊക്കെ കാണിച്ച് അവന് റൂമിലൊക്കെ ഇട്ട് അങ്ങനെ ആക്കിയെടുത്തത്. ജോക്കറിനെ മൊത്തത്തിൽ അങ്ങനെ ആക്കിയെടുത്ത. അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ അവനെ കണ്ടാലേ പേടിയാവണം, അങ്ങനത്തെ ഒരു ഇതിലാക്കി എടുത്തത്. നല്ല അഭിനയമായിരുന്നു. ആരാണെന്ന് അറിഞ്ഞൂടാ. ചിലവരൊക്കെ പറയണ മറ്റേ അമീൻ തന്നെ എന്നൊക്കെ പറയണ. മറ്റേ യൂട്യൂബ് കൂഡോസ് ഫൈൻസില് മറ്റേ താടിയുള്ള. മനസ്സിലായി. അപ്പൊ അവരെ ഏജ് നിനക്ക് ഗസ് ചെയ്യാൻ പറ്റൂ? മറ്റേ അതില് താടിയുള്ള അമീൻ എന്ന് പറയണ പയ്യനെ അറിയാം. ഞാൻ കണ്ടായിരുന്നു. അത് എത്ര തോന്നിയ 21. നമ്മൾക്ക് അയ്യോ, അത് പിന്നെ പൃഥ്വിരാജ് നന്ദന അഭിനയിച്ചപ്പോ 21 വയസ്സല്ലായിരുന്നോ? ചേട്ടാ അതെന്തൊക്കെ. പക്ഷെ ഇത് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. നമ്മളന്നേ പറയല്ലേ ഇവര്, നമ്മള് ആ ടൈമിലൊക്കെ ഇന്റർവ്യൂവിലെ കമന്റ് ബോക്സിൽ ഫുള്ള് ഇത് തന്നെ പറയണ. എങ്ങനെ വിശ്വസിക്കും? ഇവിടെ 28 വയസ്സായിട്ട് ഞങ്ങൾ എങ്ങനെ ഇരിക്കണം, 21 വയസ്സിലേക്ക് ഓരിങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും സിനിമ നല്ല രസമുണ്ട്. ധ്യാനിന് അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇതിലെങ്കിലൊക്കെ ഹിറ്റായ ഇവിടെ നിൽക്കല്ലേ, ഫീൽഡ് പുള്ളി അങ്ങനെ ഫീൽഡൗട്ട് ആവുക, ഇന്റർവ്യൂല് കൊണ്ട് ജീവിക്കുക. പുള്ളിയുടെ കയ്യിൽ ഐറ്റം ഉണ്ട്. പിന്നെ പുള്ളി തന്നെ പറഞ്ഞു, ഞാൻ പണ്ട്
ഒരു 10-20 കൊല്ലം മുമ്പ് കുറച്ചധികം പടങ്ങൾ കഞ്ചാവ് അടിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ധ്യാനിന് നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിയ നല്ലപോലെ അഭിനയിക്കും, അത് ഉറപ്പാണ്. പിന്നെ കുറെ നേരത്തെ പറഞ്ഞ കണക്ക് കുറെ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ കുറെ നല്ല ചെറിയ ചെറിയ പടങ്ങളൊക്കെ ആരും ചെയ്യാതില്ലാത്തപ്പോ പുള്ളിയല്ലേ ഉള്ളു ചെയ്യേ, വേറെ ആരും ചെയ്യും. ധ്യാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പിള്ളേര് വന്നിട്ടേ അഭിനയിക്കാൻ ചോദിക്കുമ്പോഴത്തേക്കും പറ്റൂലെന്ന് പറയൂല. മറ്റേ കുഡോസ് ഫ്രണ്ട്സ് അവര് തന്നെ പറഞ്ഞു ഇനിയിപ്പൊ സിനിമയൊക്കെ ഇവിടെ അമ്മയുടെ റീലൊക്കെ ചെയ്യാൻ വരാന്നാണ് പറയുന്നത്. ഇപ്പൊ ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഒരാള് ആരെങ്കിലും ചിന്തിക്കും? പുള്ളിയുടെ ഒരു ഗ്രോത്ത് ചിന്തിക്കണില്ല, എല്ലാത്തിലും ഇൻവോൾവ് ആവാ. സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന കുറെ പിള്ളേരുണ്ട്, അവരൊക്കെ സഹായം ചെയ്യുന്നത്. അത് കറക്റ്റ് തന്നെ. ഹിറ്റാവൊന്നും നോക്കുന്നില്ല, അവർക്ക് ഒരു സിനിമ എടുക്കണമെന്ന് ആഗ്രഹം പറയുമ്പോ പുള്ളി അങ്ങ് നിന്ന് കൊടുക്കും തന്നെ. പിന്നെ പണ്ട് ബേസി ജോസഫിന്റെ ഷോർട്ട് ഫിലിമിലൊക്കെ അജു വർഗീസ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അജു വർഗീസ് ആ ടൈമിലൊക്കെ അവരെ വിനീത് ശ്രീനിവാസ, അജു വർഗീസ് ഒക്കെയാണ് ഇവിടെ ഉള്ള ഇപ്പൊ ഉള്ളവരുടെ എല്ലാരെയും സിനിമയിൽ കൊണ്ടുവന്നത്, ഭയങ്കര സപ്പോർട്ട് കൊടുത്തു. അപ്പൊ ധ്യാൻ ശ്രീനിവാസനും അത് തന്നെ ചെയ്യണത്. അപ്പൊ അവര് നല്ല എന്തായാലും ഷുവർ ആയിട്ട് ഹിറ്റ് ആവും, ഉറപ്പാണ്. അത് കാണുമ്പോഴേ നമുക്ക് ഒരു കളർഫുൾ കോമഡി ഉണ്ട്, പിന്നെ ഒരു കുറച്ചൊരു ഹൊറർ എലമെന്റ്സ് പോലെ തോന്നുന്നുണ്ട് അവിടെയൊക്കെ. അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേ പഴയ ഇതുണ്ടല്ലോ ഇങ്ങനെ ഓട്ടം ടൈപ്പിലുള്ള സോങ്ങും അങ്ങനത്തെ ഒരു മിന്നൽ മുരളി തന്നെ മൊത്തം അങ്ങനെ പറഞ്ഞ കളർഫുൾ ആയിട്ട്. മിന്നൽ മുരളി തിയേറ്ററിൽ വരാറില്ലായിരുന്നല്ലേ? പിന്നെ അങ്ങനെ ഒരു ക്രിസ്മസ് സമയത്തല്ലേ ഇറങ്ങിയത്, ആ സമയത്ത് നമ്മൾ OTT വെയിറ്റ് ചെയ്തൊക്കെ. അപ്പോ ഇതൊക്കെയാണ് വിശേഷം. 23-ാം തീയതി കാണാം, കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പൊ പുതിയ വിശേഷങ്ങളായി ഞങ്ങൾ ഉടനെ വരാം.